ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് GAB ആണ് ഈ വരുന്ന 27-ാം തീയതി നടക്കാൻ പോകുന്നത്. 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് നമ്മുടെ എക്സാം. ഈ എക്സാമിൻ്റെ സെൻറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ. ഇനി എക്സാമിലുള്ള ടോപ്പിക്കുകളും നമുക്കറിയാം. സോ മാത്തമാറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ടമെൻറ്റൽസും അതുപോലെ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററുമാണ്. സോ ഈ ചാപ്റ്റർ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ വൺ ഷോട്ട് സീരീസുകൾ തരുന്നുണ്ട്. അതായത് ഫണ്ടമെൻറ്റൽസിൻ്റെ ഒരു പാർട്ടും മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫണ്ടമെൻറ്റൽസിൻ്റെ അടുത്ത പാർട്ട് ഉടനെ വരും. സോ ഇതൂടെ കണ്ടിട്ട് നമ്മളൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക. ഇനി എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം. എസ്പെഷ്യലി മാത്സിൽ നമുക്കറിയാം ഫസ്റ്റ് ഒരു GAB ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, വളരെ കൂളായിട്ട് എക്സാമിന് പോവുക. നമുക്കറിയാം ഫണ്ടമെൻറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ലെങ്തി ആയിട്ടൊരു ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുണ്ട്. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് അതിനകത്ത് മെയിൻ ഫാക്ടറായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് സെറ്റ്സും പിന്നെ റിലേഷനുമാണ് അല്ലേ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് പറയുകയാണ്. നമുക്കതിനകത്ത് മെയിനായിട്ട് വരുന്നത് റൂട്ട്സിൻ്റെ കാര്യം വെച്ചല്ലേ, നേച്ചർ ഓഫ് ദി റൂട്ട്സ്, അതുപോലെ കണ്ടീഷൻ ഫോർ ഈക്വൽ റൂട്ട്സ്, പിന്നെ മാനിപ്പുലേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്, റിക്കറൻസ് റിലേഷന്, പിന്നെ ഇക്വേഷൻ കൺവേർട്ടബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷന്, ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇതിനകത്ത് കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതുപോലെ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററും അതുപോലെ തന്നെ ഈസി ആയിട്ടൊരു ചാപ്റ്ററുമാണ്. എല്ലാ ഉത്തരവും നിങ്ങൾക്ക് കിട്ടും, പക്ഷേ കുറച്ച് ലെങ്തി ആയിട്ട് ചിലപ്പോൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനകത്ത് മെട്രിസസിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് സിമെട്രിക് മെട്രിക്സ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, അതുപോലെ ട്രൈസ് ഓഫ് എ മെട്രിക്സ്, ട്രാൻസ്പോസ്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഓർത്തോഗണൽ മെട്രിക്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പിന്നെ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും. ഇനി ഡിറ്റർമിനൻസിലേക്ക് വന്നാൽ നമുക്കറിയാം പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ക്ലാസ്സിൽ ഇന്നലെ പ്രോബ്ലം ചെയ്തതുമാണ്. അപ്പോൾ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ സിംഗുലർ മെട്രിക്സ്, നോൺ സിംഗുലർ മെട്രിക്സ്, പിന്നെ വരുന്ന ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടോപ്പിക്കുകളെല്ലാം പഠിച്ചു നമ്മൾ ഇനി കൂടുതൽ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വേണ്ടത് കേട്ടോ. അപ്പം ഈ ഒരു ഐഡിയയിൽ മുന്നോട്ട് പോവുക. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. ടെൻഷനൊന്നും വേണ്ട, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടാകുള്ളൂ കേട്ടോ. സോ മാക്സിമം നിങ്ങളുടെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സോ ഓൾ ദി ബെസ്റ്റ്.